പരീക്ഷാ പേ ചർച്ചകൾക്ക് മുന്നോടിയായി ക്വിസ് മത്സരം സംഘടിപ്പിച്ച് കേന്ദ്രീയ വിദ്യാലയ സംഘം. ഭാരത് ഹേ ഹം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ക്വിസ് മത്സരം. രാജ്യത്തുടനീളമുള്ള 600 ജില്ലകളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ വീതം പങ്കെടുക്കുന്ന രീതിയിലാണ് പരീക്ഷാ പേ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. പഠനം, ബൗദ്ധിക അറിവ് എന്നിവ മുൻനിർത്തിയായിരുന്നു മത്സരം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മത്സരം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയമായിരുന്നു മത്സരവേദി. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള മറ്റ് KVസും പിന്നെ അതുപോലെ പബ്ലിക് സ്കൂൾസിലെ കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. ഗ്രാൻഡ് സ്കെയിലിൽ ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് സംഘടിപ്പിച്ചത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ പിന്നെ നാഷണലിസം അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇതൊരു തികച്ചൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ഭാരത് ഹേ ഹം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്ത വ്യക്തികളെ അടുത്തറിയാൻ മത്സരം സഹായകമായി എന്ന് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു. It was a very nice experience. I got to learn a lot more from the videos they have provided. There was also Mangal Pandey, who was our first freedom fighter. പങ്കെടുത്ത എല്ലാവർക്കും വിജ്ഞാനപ്രദമായ അനുഭവമാണ് മത്സരം സമ്മാനിച്ചത്. So this is definitely a very interesting experience. It's good to know that our government is trying to spread more awareness about these unsung heroes. So we really forget, even more so when we're studying for a history exam, when you open the books, then after the exam you just forget about this. But we need to remember our history if we want to truly move forward as a country. As in there's a very famous saying that a country that cannot remember its past will not be able to advance into the future. മത്സരത്തിൽ പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയം, പട്ടം കേന്ദ്രീയ വിദ്യാലയം, വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം എന്നീ സ്കൂളുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികളെ കേരള പോലീസ് AIG G പൂങ്കുഴലി അനുമോദിച്ചു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകവും നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.